ഇന്നലെ ഓഫീസിൽ ടീ ബ്രേക്കിന്റെ സമയത്ത് അനിൽ വി എസ് എന്ന എന്റെ ഒരു സുഹൃത്ത് ഒരു സിനിമയെ പറ്റി സംസാരിച്ചു. അത് കേട്ടപ്പോഴാണ് ചെറുപ്പത്തിൽ ആ ചിത്രം കണ്ടപ്പോൾ എനിക്കുണ്ടായ അനുഭവത്തെ പറ്റി ഞാൻ ഓർത്തത്. ചിത്രം പത്മരാജന്റെ സംവിധാനത്തിൽ 1988 ജയറാം കേന്ദ്ര കഥാപാത്രമായെത്തിയ മൂന്നാം പക്കം. കഥയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ റെയിൽവേയിലെ അക്കൗണ്ടന്റ് സ്ഥാനത്ത് നിന്നും റിട്ടയറായി വാർദ്ധക്യ ജീവിതം നയിക്കുന്ന മുത്തച്ഛൻ തന്റെ കൊച്ചുമകൻ അതായത് ജയറാമും കൂട്ടുകാരും ആ നാട്ടിലേക്ക് വരുന്ന സന്തോഷത്തിലിരിക്കുന്നു. അങ്ങനെ അവർ വന്ന് അത്യാവശ്യം തമാശകൾ, പ്രണയം, കുടുംബകാര്യങ്ങൾ, പിന്നെ നായകന്റെ കല്യാണവും ഉറപ്പിക്കുന്നു. നായകനും കൂട്ടുകാരും കൊണ്ടുവന്ന VCR തിലകൻ ഓണാക്കുമ്പോൾ അതിൽ അഡൾട്ട് ഫിലിം പ്ലേ ആവുന്നതും തിലകൻ അത് ഒതുക്കാൻ നോക്കുന്ന സീനൊക്കെ നല്ല കോമഡിയാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം നായകനും കൂട്ടുകാരും അടുത്തുള്ള കടലിൽ കുളിക്കാൻ പോയപ്പോൾ അപ്രതീക്ഷിതമായി നായകൻ കടലിൽ മുങ്ങി മരിക്കുന്നു. ഒരു വ്യക്തി കടലിൽ മുങ്ങി മരിച്ചാൽ അതിന്റെ മൂന്നാം പക്കം, അതായത് മൂന്നാം ദിവസം മൃതദേഹം കരക്കടിയുമെന്ന പഴമക്കാരുടെ വാക്കിനെ ഒരു കഥയിൽ ഇമോഷണലി പ്ലേസ് ചെയ്തൊരു ചിത്രം കൂടിയാണിത്. നായകൻ കടലിൽ മുങ്ങിപ്പോകുന്ന സീനൊക്കെ വളരെ ഹൊറിബിൾ ആണ്. പണ്ട് ഞാനും കൂട്ടുകാരും കൂടി ബീച്ചിൽ പോയപ്പോൾ അതിൽ കുളിക്കാൻ എന്റെ ഒരു സുഹൃത്ത് വിസമ്മതം മൂളിയതാണ് ആ സീൻ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ആ വർഷത്തെ മികച്ച പെർഫോമൻസ് തന്നെയാണ് തിലകൻ ഈ ചിത്രത്തിൽ കാഴ്ചവെച്ചത്. ഓടി കിട്ടിയ വിവരമറിഞ്ഞ് നടൻ ജഗതി ഓടി വരുന്ന ഈ സീനൊക്കെ എന്റെ നെഞ്ചിടിപ്പ് കൂട്ടിയത് ഞാൻ ഇന്നും ഓർക്കുന്നു. നിറഞ്ഞ കണ്ണുകളോടെ അല്ലാതെ ഈ ചിത്രത്തിന്റെ രണ്ടാം പകുതി കണ്ടിരിക്കാൻ നമ്മളെ കൊണ്ടാവില്ല. ചിത്രത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ നൊമ്പരപ്പെടുത്തുന്ന ഒന്നാണ് ഈ ചിത്രത്തിലെ ഉണരുമീ ഗാനം എന്ന പാട്ടും അതിൻ്റെതായി ഇടയ്ക്കിടയ്ക്ക് പ്ലേസ് ചെയ്തിരിക്കുന്ന ഈണവും. ആ വർഷത്തെ മികച്ച ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ഈ ഗാനം ആലപിച്ച ഗായകൻ ഇളയരാജക്കായിരുന്നു. പിന്നെ ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സ്, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, നിങ്ങൾ സിനിമ കാണുക. ഈ ചിത്രം കണ്ടപ്പോഴുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.